ലോകവേദികളിൽ ചെന്ന് കാശ്മീരിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചകമടിക്കുന്ന പാകിസ്ഥാന്റെ തനിനിറം വീണ്ടും പുറത്തു വരികയാണ്. സ്വന്തം രാജ്യത്ത് സ്വന്തം പൗരന്മാർക്ക് നേരെ പാക് സൈന്യവും ഭരണകൂടവും നടത്തുന്ന നരനായാട്ടിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നിന്നും കറാച്ചിയിൽ നിന്നും പുറത്തു വരുന്നത്. പ്രായപൂർത്തിയാകാത്ത പിഞ്ചു കുട്ടികളെ പോലും പാക് സുരക്ഷാ സേനയും കുപ്രസിദ്ധ ചാരസംഘടനയായ ISIയും ചേർന്ന് വീടുകളിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി അപ്രത്യക്ഷരാക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 24 പുലർച്ചെ 5 മണിയോടെ ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് 14 വയസ്സുള്ള 2 വിദ്യാർത്ഥികളെയാണ് ISIയും CTDയും ചേർന്ന് റാഞ്ചി കൊണ്ടുപോയത്. ഇവരെക്കുറിച്ച് സ്വന്തം കുടുംബത്തിൽ ഇതുവരെ യാതൊരു വിവരവുമില്ല. തീവ്രവാദികളെ അമർച്ച ചെയ്യാനുണ്ടാക്കിയ സേനകൾ സ്വന്തം നാട്ടിലെ പിഞ്ചുകുട്ടികളെ റാഞ്ചി കൊണ്ടുപോകാൻ ഇറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം എത്രത്തോളം തകർന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ്. കറാച്ചിയിലെയും ബലൂചിസ്ഥാനിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് സ്വന്തം വീട്ടിൽ പോലും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓഗസ്റ്റ് ആദ്യവാരം മാത്രം സാബിർ, അബ്ദുൽ അസീസ്, ആമിർ തുടങ്ങിയ യുവാക്കളെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വഴിയിൽ നിന്നും വീട്ടുകളിൽ നിന്നുമായി പിടിച്ചുകൊണ്ടുപോയി. ഇതിലും ഭീകരമാണ് മൻസൂർ അൻവർ എന്ന ബലൂച്ച് പൗരന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷം നവംബറിൽ ഇയാളെ പാക് സേന തട്ടിക്കൊണ്ടുപോയി 2 മാസത്തിന് ശേഷം വിട്ടയച്ചതാണ്. എന്നാൽ ഓഗസ്റ്റ് 4 പുലർച്ചെ 3 മണിയോടെ ഇയാളെ വീണ്ടും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കൊണ്ടുപോകുന്നവരെ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പോലും അവിടെ ആർക്കും അവകാശമില്ല. നീതി ചോദിക്കുന്നവരെ നടു റോഡിൽ വെടിവെച്ച് കൊല്ലുന്നതാണ് പാകിസ്ഥാനിന്റെ രീതി. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുസ്ദാർ ജില്ലയിൽ ഇനായത്തുള്ള ജട്ടാഖ് എന്ന ബലൂച്ച് പൗരൻ കൊല്ലപ്പെട്ട സംഭവം. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ മകൾ അസ്മ ജട്ടാഖ് സംരക്ഷണം ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തി മണിക്കൂറുകൾക്കകമാണ് പിതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പാക് ഭരണകൂടം തീറ്റിപ്പോറ്റുന്ന സായുധ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ബലൂച്ച് മനുഷ്യാവകാശ സംഘടനകൾ ഉറപ്പിച്ചു പറയുന്നു. തീവ്രവാദികളെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതിന് കഴിയാതെ വന്നപ്പോൾ സ്വന്തം ജനങ്ങളെ തന്നെ കൊന്നൊടുക്കുകയാണ്. ഇന്ത്യയെ നോക്കി മനുഷ്യാവകാശം പ്രസംഗിക്കുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ പട്ടാളവും ISIയും കാണിക്കുന്ന ഈ ചോരക്കൊതി അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം എന്ന് ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പോലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം സ്വന്തം ജനതയുടെ തന്നെ ശാപം കൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം പൂർണ്ണമായും മുടിഞ്ഞ് പാളീസാകുന്ന കാലം വിദൂരമല്ല. ന്യൂസ് ഡെസ്ക് മരണം.